പ്രലോഭന ഹേതുവാകരുത്. ഹേതുവാകിച്ച പാപത്തിലേക്ക് വഴിച്ചെളിക്കുക, ദുഷ്പ്രേരണ കൊടുക്കുക. അത് എത്ര നമ്മുടെ കണ്ണോ കയ്യോ കാലോ ആണെങ്കിൽ പോലും, അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തിയോ കാര്യങ്ങളോ ആണെങ്കിൽ പോലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയെ കുറിച്ചുള്ള തിരുവചന വിചിന്തന പരമ്പരയുടെ 91ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 6ാമത്തെ യാതനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതേക്കുറിച്ച് ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2848ാമത്തെ ഖണ്ഡികയിൽ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് ഇങ്ങനെ പറയുകയാണ്: പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന യാചന ഹൃദയത്തിന്റെ ഒരു തീരുമാനം ഉൾക്കൊള്ളുന്നു. നമ്മൾ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രൈമർലി ആൻ ഇഷ്യൂ ഇമോഷൻ, ബട്ട് പ്രൈമർലി ആൻ ഇഷ്യൂ ഡിസിഷൻ. തോന്നലല്ല, തീരുമാനത്തിന്റെ വിഷയമാണ്. തോന്നലിന്റെ വിഷയമല്ല, വികാരത്തിന്റെ അനുഭവമല്ല, മറിച്ച് വിചാരം, തീരുമാനം എന്താന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പായോട് ചേർന്ന് ജീവിക്കാനായിട്ടാണ്. എനിക്ക് പിശാചിന്റെ വഴിയെ പോകാൻ തീരുമാനമില്ല, താല്പര്യമില്ല, വേണ്ട. എന്റെ ഹൃദയത്തിൽ തീരുമാനത്തെ അത് പ്രഖ്യാപിക്കുന്നത് എന്ന് ഒരു കാര്യം. ഒപ്പം തന്നെ CCC ഞാൻ കഴിഞ്ഞ സൃഷ്ടി വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. 2847ാമത്തെ നമ്പറില് പ്രലോഭിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും തമ്മിൽ നാം വേർതിരിക്കണം. ഒരു വികാരം അനുഭവപ്പെടുക, പ്രലോഭനം അനുഭവപ്പെടുക എന്നുള്ളതും ആ പ്രലോഭനത്തിന് വഴങ്ങുക എന്ന് പറയുന്നത് രണ്ടാണ്. പ്രലോഭനം അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഈശോയ്ക്ക് പോലും ഉണ്ടായ അനുഭവമാണ്. പാപത്തിൽ ഈശോ ഇറങ്ങിയില്ല, പ്രലോഭനത്തിന് വഴിപ്പെട്ടില്ല, വഴങ്ങി കൊടുത്തില്ല. പ്രലോഭനം ഉണ്ടായി, പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ ജീവിച്ചവനാണ് ഈശോ. അതിനപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പൊ ഇതേപോലെ നമുക്ക് നല്ല വ്യക്തത വേണം. പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. മത്തായി 18 ഈശോ പറയും, നമ്മൾ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി, പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, പക്ഷെ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന്റെ ദുരിതവുമാണ്. പ്രലോഭന ഹേതുവാകരുത്. ഹേതുവാകിച്ച പാപത്തിലേക്ക് വഴിച്ചെളിക്കുക, ദുഷ്പ്രേരണ കൊടുക്കുക. അത് എത്ര നമ്മുടെ കണ്ണോ കയ്യോ കാലോ ആണെങ്കിൽ പോലും, അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തിയോ കാര്യങ്ങളോ ആണെങ്കിൽ പോലും പാപത്തിലേക്ക് പോകാൻ, പിശാചിനെ കീഴ്പ്പെടാൻ ഉള്ള അവസരമാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നതെങ്കിൽ കണ്ണ് ചുഴന്നെടുത്ത് കളഞ്ഞേക്കുക. അതുപോലെ കൈ വെട്ടിക്കളയും, കാല് വെട്ടിക്കളയും എന്ന് പറഞ്ഞ പോലെ വളരെ കർക്കശമായ തീരുമാനമെടുത്ത് യാതൊരു കോംപ്രമൈസിനും ഇട കൊടുക്കാതെ നമ്മൾ സ്റ്റേണായിട്ട് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യണം. ആ ഒരു തീരുമാനമാണ്, ഹൃദയത്തിന്റെ തീരുമാന നിശ്ചയമാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ചെയ്യുന്നത്. പഠിപ്പിക്കുകയാണ്, ഞാൻ പ്രലോഭനത്തിൽ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, തീരുമാനിച്ചിട്ടില്ല. കീഴടങ്ങാൻ എനിക്ക് വേണ്ട, എൻ്റെ തീരുമാനം അതാണ്, ഹൃദയത്തിന്റെ തീരുമാനമാണത്. അത് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുകയുണ്ടായി, ദൈവം പ്രലോഭിക്കുന്നതല്ല, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദൈവം ഉൾപ്പെടുത്തുന്നതല്ല. ഗ്രീക്ക് വാക്കിന്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് 2 രീതി അർത്ഥം അതിനകത്തുണ്ട്. അതേപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ സെഷനിൽ. അതിന്റെ കൃത്യമായ അർത്ഥം 2ാമത്തെ ആണെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പഠിപ്പിക്കുക നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പ്രലോഭനം അനുഭവപ്പെടുക എന്നുള്ളതും പ്രലോഭനത്തിന് വഴിപ്പെടുക എന്ന് പറയുന്നത് രണ്ടാണ് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രലോഭനങ്ങളുടെ നിരവധിയായ മേഖലകൾ നമുക്കുണ്ട്. നമുക്കറിയാം, ശരീരത്തിന്റെ ജഡത്തിന്റെ മോഹങ്ങള്, ആഗ്രഹങ്ങള് വലിയ പ്രലോഭനത്തിന്റെ മേഖലയായിട്ട് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് അനുഭവത്തിൽ അറിയാം. വചനം അത് സാക്ഷിക്കുന്നുണ്ട്. റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിന്റെ 13ാമത്തെ അധ്യായത്തില് പൗലോസപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദുരാശകളിലേക്ക് നയിക്കാൻ ഇടവരത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. ദുരാശകളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് പോകാൻ ഇടവരത്തക്ക രീതിയിൽ ശരീരത്തെ ചിന്തിക്കാതിരിക്കുക. ജഡത്തിന്റെ ദുരാശകള് പാപത്തിലേക്ക് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന അപകടം വചനം അതുപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനത്തിന്റെ 5ാമത്തെ അധ്യായത്തില് 16ാമത്തെ തിരുവചനത്തില് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുക, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അപ്പൊ ആത്മാവിന്റെ പ്രേരണയുണ്ട്, ജഡത്തിന്റെ പ്രേരണയുണ്ട്. ഇത് രണ്ടും അനുഭവപ്പെടുന്നു. ഇത് അനുഭവപ്പെടുന്നു എന്നതിന്റെ പേരിൽ നമുക്ക് പുണ്യം ഉണ്ടാകുന്നില്ല, പാപം ഉണ്ടാകുന്നില്ല. ആത്മാവിന്റെ പ്രേരണ എത്ര കിട്ടിയാലും ഞാൻ അതിന് അനുസരിക്കുന്നില്ല എങ്കിൽ, വഴങ്ങുന്നില്ല എങ്കിൽ എനിക്ക് പുണ്യമില്ല, ആത്മാവ് നയിക്കപ്പെടുന്ന അവസ്ഥ ആവുകയല്ല. ജഡത്തിന്റെ പ്രേരണ മോഹങ്ങൾ എത്ര ഉണ്ടായാലും അതിന് ഞാൻ വഴങ്ങുന്നില്ല എങ്കിൽ എനിക്ക് പാപവുമില്ല. അപ്പൊ ജഡമോഹങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് പറയുമ്പം നല്ലപോലെ മനസ്സിലാക്കണം, ജഡമോഹങ്ങൾ അനുഭവപ്പെടരുതെന്നല്ല അർത്ഥം. പല വ്യക്തികൾക്കും വലിയ ഞെരുക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെയുണ്ട്. വല്ലാത്ത ജഡിക ചിന്തകളാണ്, ലൈംഗിക ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ അനുഭവപ്പെടുകയാണ്. ജഡമോഹങ്ങൾ എൻ്റെ ഉള്ളു മുഴുവൻ അശുദ്ധമാണ്, ഈ ചിന്തയൊന്നും മാറിപ്പോകുന്നില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പടി ജഡികാസക്തിയിലാണെന്ന് പറഞ്ഞ് കലങ്ങുന്ന അവസ്ഥയിൽ ഇത് മാറ്റാൻ പറ്റുമെന്ന് നോക്കുന്നത് കാണാം. അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് സഹോദര സഹോദരങ്ങളെ. ജഡമോഹങ്ങൾ അനുഭവപ്പെടുക എന്ന് പറയുന്നതിൽ തന്നെ പാവമല്ല. നമ്മൾ CCC പഠിപ്പിക്കുന്ന കണ്ടല്ലോ, പ്രലോഭനം അനുഭവപ്പെടുക എന്ന് പറയുന്നതും പ്രലോഭനത്തിന് അടിപ്പെടുക എന്ന് പറയുന്നത് തിരിച്ചറിയണം. തെസ്സലോനിക്ക സഭയ്ക്കുള്ള 1-ാമത്തെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തില് 3 മുതലുള്ള വാക്യങ്ങളില് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് നീ അഭിലഷിക്കുന്നത് എന്ന് പറഞ്ഞു വരുമ്പോൾ 5-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുകയാണ്, ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. കാമവികാരങ്ങൾ ഉണ്ടാകരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ഇത് ലൈംഗിക വികാരത്തെ കുറിച്ച് മാത്രമല്ല, ഏതൊരു വികാരത്തിന്റെ മേഖല, അഭിലാഷങ്ങളുടെ മേഖല കുറിച്ച് ഇത് പ്രസക്തമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ തിരുവചനത്തില് അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. ഏത് അഭിലാഷം ആയിക്കോട്ടെ, ലൈംഗിക അഭിലാഷം, മദ്യപാന അഭിലാഷം, സുഖലോലുപത അഭിലാഷം, കണ്ണിന്റെ അഭിലാഷങ്ങൾ, ഏത് അഭിലാഷങ്ങളും ആയിക്കോട്ടെ, അഭിലാഷങ്ങൾ അനുഭവപ്പെടുക എന്ന് പറയുന്നത് അല്ല വിഷയം, അഭിലാഷങ്ങൾക്ക് അടിപ്പെടുക എന്ന് പറയുന്നതാണ്. അടിപ്പെട്ടാൽ ഏത് അഭിലാഷമാണേലും വഴി കൊടുക്കുമ്പം അവ തന്നെ കാളക്കോറ്റിനെ പോലെ കുത്തിക്കയറും, അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ഇതിന് ഉണക്കമരമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അഭിലാഷങ്ങൾ അനുഭവപ്പെടരുത് എന്നുള്ളതല്ല, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രലോഭിക്കപ്പെടുക എന്നുള്ളതും പ്രലോഭനത്തിന് വഴങ്ങുക എന്നുള്ളത് രണ്ടാണ്. പ്രലോഭനം എന്തുമാത്രം ഉണ്ടായാലും അതിന് വഴങ്ങുന്നിടത്തെ പ്രശ്നമുള്ളൂ. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വികാരങ്ങൾ ഒരുപാടുണ്ട്. കോപം ഒരു വികാരമാണ്. കോപത്തിന്റെ അർത്ഥം എന്താ? ഒരു കാര്യത്തോടുള്ള എൻ്റെ വിസമ്മതം, ഇത് ഞാൻ അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഈ കൂടെ ഞാനില്ല, ഇത് നിങ്ങൾ തിരുത്തണം എന്നുള്ള നമ്മുടെ വിസമ്മതത്തിന്റെ വികാരമാണ് കോപം. ആ കോപത്തിന് തെറ്റല്ല. എഫേസ്യോസ് ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തില് വായിക്കുന്നില്ലേ, കോപിക്കാം, പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താൻ അവസരം കൊടുക്കരുത്. എഫേസ്യോസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് 26, 27 വാക്യങ്ങളാണ്. കോപിക്കാം, പാപം ചെയ്യരുത്. ഈശോ കോപിച്ചിട്ടില്ലേ? കോപത്തോടെ ഈശോ നോക്കുന്നു, സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ട്. ദേവാലയം ശുദ്ധീകരിക്കുമ്പോഴും കോപത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ ഇതിന് പാപമില്ല, ഈശോ പാപം ചെയ്തിട്ടില്ല. അപ്പൊ കോപത്തോടെ നോക്കുന്നു, കോപത്തോടെ സംസാരിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാരെ ഈശോ കാണാൻ വരുമ്പം അപ്പസ്തലന്മാർ തടഞ്ഞു കയറി ഈശോ വിശ്രമിക്കുക. അപ്പം പിന്നെ അത് അറിയുമ്പോൾ ഈശോ കോപിച്ചു, അവരെ കടത്തിയിടാൻ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. അപ്പൊ കോപിച്ച് സംസാരിക്കുന്നുണ്ട്, കോപിച്ച് പ്രവർത്തിച്ചു ഈശോ. ദേവാലയത്തെ ശുദ്ധീകരിക്കാം, മേശ തട്ടിമറിച്ചിട്ടു. അപ്പൊ കോപന് എപ്പോഴാണ് പാവമാകുന്നത്? സാത്താൻ അവസരം കിട്ടുന്ന എപ്പോഴാ? നിയന്ത്രണമില്ലായ്മ വരുമ്പോഴാണ്, വെറുപ്പിലേക്ക് പോകുമ്പോഴാണ്, നശീകരണത്തിലേക്ക് പോകുമ്പോഴാണ്, നിയന്ത്രണമില്ലായ്മ വരുമ്പോഴാണ്. പൊട്ടിത്തെറിക്കുന്നു, വായിക്കുക, ചീത്തയെല്ലാം വിളിക്കുന്നു, തല്ലുന്നു, എടുത്തെറിയുന്നു, മുറിപ്പെടുത്തുന്നു, അരിശം തീരുന്നവരെ തല്ലുന്നു, വായി വരുന്ന എല്ലാ ചിത വിളിച്ചു പറയുന്നു, അധിക്ഷേപിക്കുന്നു, മുറിപ്പെടുത്തുന്നു. ഇതെല്ലാം പിശാചന്റേതാണ്. അത് നശിപ്പിക്കാനാണ്. കോപന്ന് വികാരം സാത്താൻ ഏറ്റത് കൊണ്ടുപോകുന്നതാണത്. ഏതൊരു വികാരം, ദുഃഖത്തിന്റെ വികാരം. കൊരിന്ത്യർ സഭയ്ക്കുള്ള 2-ാമത്തെ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളില് ഒരു കൊരിന്ത്യർ സഭയിലെ ഒരു മനുഷ്യൻ എന്തോ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്റെ കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു വരും. പുസ്തകം പറയാണ്, ഇത് നിങ്ങൾ അവനോട് ക്ഷമിക്കണം, അല്ലെ അവൻ അഗാധ ദുഃഖത്തിൽപ്പെട്ടിട്ട് സാത്താന് ഇടം കിട്ടും. 11-ാം വാക്യം, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്, അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ.
സാത്താൻ എങ്ങനെ കബളിപ്പിക്കുന്നത്? ദുഃഖത്തിന്റെ വികാരം നമുക്കറിയാം. ഏതൊരു ശിക്ഷണവും ഒരു തിരുത്തല് കൊടുക്കുമ്പം ദുഃഖമുണ്ട്. ഹെബ്രായ 10 പറയുന്നവർ ഏതൊരു ശിക്ഷണ നടപടിയും ദുഃഖകരമാണ്, വേദന ഉണ്ടാക്കുന്നതാണ്, അതിനകത്ത് അപമാനമുണ്ട്. ശരിയാ, നമുക്കൊരു ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പം വേദനയുണ്ട്, ശരീരം കീറുകയാണ്, കീറി മുറിച്ചിട്ട് വേണം വേണ്ടാത്തൊരു ഗ്രോത്ത് എടുത്ത് മാറ്റി കളയാൻ. അപ്പോൾ കീറലുണ്ട്, മുറിവുണ്ട്, അതിന്റെ വേദനയുണ്ട്. അപ്പോൾ മാത്രമേ മുന്നോട്ടും ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ളൊരു കീറൽ ഡോക്ടർ നടത്തിയാൽ അവിടെ അണുബാധ ഉണ്ടാകുന്നില്ലെന്ന് ഡോക്ടർ ഉറപ്പാക്കും. അത് കൃത്യമായിട്ട് മരുന്ന് തേച്ച് ഡ്രസ്സ് ചെയ്ത് പിന്നെ അത് പല ദിവസങ്ങൾ ഡ്രസ്സ് ചെയ്ത് അണുബാധ ഉണ്ടാകുന്നില്ല, കരിഞ്ഞ് സൗഖ്യമായി എന്ന് ഉറപ്പായിട്ട് ഡോക്ടർ വിടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരു ദുഃഖത്തിന്റെ അനുഭവം ഒരു ശിക്ഷണം വഴി ആ കൊരിന്ത്യർ സഭയ്ക്കുള്ള ഒരാൾക്ക് പൗലോസ് അപ്പോസ്തലന്റെ അനുഭവത്തോടുകൂടെ ആ സഭാ അധികാരി കൊടുത്തപ്പോൾ അതിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ പുസ്തകം പറയാണ്, നിങ്ങളിനി അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും 7-ാം വാക്യം, നിങ്ങൾക്ക് അവനുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കണ്ടോ, ഒരു കീറല് കൊടുത്തു, ഒരു ഓപ്പറേഷൻ നടത്തി, അതെന്തോ ഒരു തിന്മയെടുത്ത് കളയാൻ വേണ്ടിയാ. ഇനി അത് മുറിവ് കരിയണം, ഉറപ്പ് വരുത്തണം, സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് കൊടുക്കണം. അല്ലെങ്കിലോ അവനെ ദുഃഖത്തിൽപ്പെട്ട് തീവ്ര ദുഃഖത്തിൽ നിരാശപ്പെട്ട് കലങ്ങി സാത്താൻ പേരണ കൊടുക്കും, നീ പോയി അവരെ പാഠം പഠിപ്പിക്കാട്ടില്ലേ, അവരുടെ ആർക്കും നിന്നെ വേണ്ട, പോയി എല്ലാം അവസാനിപ്പിക്കുക, അങ്ങനെ ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ക്ലാസ് എഴുതി വെച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു, ഏതെങ്കിലും കാണിക്കുന്നു. കണ്ടോ, സാത്താൻ അവസരം കിട്ടുകയാണ്. ദുഃഖത്തിന്റെ വികാരത്തിന് പ്രസക്തിയുണ്ട്, പക്ഷെ അതിന് വഴങ്ങി ദുഃഖത്തിൽ പെട്ടുപോയാൽ തീർന്നു. ഭയം ഇവർ തന്നെയല്ലേ, ഭയം എന്നുള്ള വികാരത്തിന് പ്രസക്തിയാണ്. എന്താണ്? ആസന്നമാകുന്ന ഒരു അപകട സാധ്യതയെ തിരിച്ചറിഞ്ഞിട്ട് ജാഗ്രതയുടെ ഒഴിവാക്കി നീങ്ങാനുള്ള അലേർട്ട്നെസ്, ജാഗ്രത നൽകുന്ന വികാരമാണ് ഭയം. സകല ജീവികൾക്കൊന്നുണ്ട്. ഭയം കൊണ്ടാണ് നമ്മൾ തീ കത്തുമ്പോൾ മാറുന്നു, ഒരു കല്ലുരുണ്ട് വീഴുന്ന കാണുമ്പോൾ ഓടി മാറും. നമുക്കറിയാം അപകടമാണ്, ഭയമുണ്ട്, ഭയം ഓടി. കണ്ടോ, അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കാനുള്ള വികാരമാണ്. പക്ഷെ ഭയത്തിന് വികാരമുണ്ടായിട്ട് അടിപ്പെട്ട് പോയാലോ കാറിക്കൊണ്ട് അവിടെ കിട്ടും, അപ്പോൾ തീർന്നു പോകും. സാത്താൻ ഭയപ്പെടുത്തി ആക്രമിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. പല ഡെലിവറി സംഭവമായിട്ട് ആൾക്കാർ ആവശ്യമായിട്ട് വരുമ്പം ചോദിച്ചു വരുമ്പോൾ പറയും, ഇത്ര വർഷം മുമ്പൊന്ന് പേടിച്ചതാ, അങ്ങനെ അത് ആദ്യം വെച്ചത്, പിന്നെയാണ് അത് മുതലാണ് ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. ഭയപ്പെടുത്തി തകർക്കുന്നു സാത്താൻ. കണ്ടോ, ദൈവം ഭയപ്പെടരുത് എന്ന് പറയും. ഭയമുണ്ടായോ? സക്കറിയ ഭയപ്പെടണ്ട, മറിയമേ ഭയപ്പെടണ്ട, അട്ടിടരെ ഭയപ്പെടണ്ട. അപ്പൊ സ്വരന്മാർ വെള്ളത്തെ രാത്രി വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ ഭയപ്പെടണം, ഞാനാണ്. കണ്ടോ, ഭയപ്പെടാൻ ദൈവം അനുവദിക്കാല, ഭയം അനുഭവപ്പെട്ടു. ഒരു വികാരം അനുഭവപ്പെടുക എന്ന് പറയുന്നതും അടിപ്പെടുക എന്ന് പറയുന്നത് രണ്ടാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. അത് ഏത് വികാരമാണേലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിശപ്പ് ഒരു വികാരമായിട്ട് അനുഭവപ്പെടുന്നില്ലേ? ഉപവാസം എടുക്കുമ്പോൾ വെച്ചാൽ വിശപ്പ് അനുഭവപ്പെടുകയല്ലേ? ഞാൻ ഉപവാസം എടുക്കുന്നതുകൊണ്ട് എനിക്ക് വിശപ്പ് അനുഭവപ്പെടാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ 50 നോയമ്പ് എടുക്കുക, 50 നോയമ്പ് ആയതുകൊണ്ട് എനിക്ക് ഇറച്ചിയും മീനും കാണുമ്പോൾ ഓക്കാനും വരണം, നടക്കുമോ? നടക്കുകയല്ല. ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ ശരീരത്തിൽ വെച്ചിട്ട് സകല വികാരങ്ങൾ പ്രദർശനമാണ്. നീ ആരോഗ്യമുള്ളൊരു പുരുഷനോ സ്ത്രീയോ യുവാവോ യുവതിയാണോ എങ്കിൽ ലൈംഗികമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, ചിന്തകൾ വരുമ്പം, കാഴ്ചകളോ കാര്യങ്ങളോ വരുമ്പം നിന്റെ ഉള്ളിൽ ലൈംഗികമായ ആഗ്രഹങ്ങളുണ്ടാവും, വികാരങ്ങൾ അനുഭവപ്പെടും, താല്പര്യം തോന്നും, കൗതുകം തോന്നും. ഇത് സ്വാഭാവികമാണ്, അത് പാപമല്ല. അതിനെ നീ എങ്ങനെ കൈകാര്യം ചെയ്തു? അതൊരു സാധാരണ പ്രലോഭനമായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. നോയമ്പെടുത്ത് നീങ്ങുന്നിടത്ത് നല്ല ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, മീൻ വറുത്തതല്ലേ, ചിക്കൻ ബിരിയാണി അല്ലേ, കറി അവിടെ അതിന് മണം വരുന്നു, കഴിച്ചാലോ എന്ന്. ഇപ്പം സാത്താൻ പേരണ്ടല്ലേ, എടുത്ത് കഴിക്കുക, ഒരു പ്രാവശ്യം പോട്ടെ, സാരമില്ല, കഴിക്കുക. കണ്ടോ, ആ വികാരം അല്ല ഭക്ഷണത്തിന്റെ ഗന്ധപ്പെട്ടപ്പോൾ ശരീരത്തിന്റെ ഹെൽത്തി പ്രവർത്തനം അതിനെ സാത്താൻ പണിയാൻ നോക്കുകയാണ്. അപ്പൊ ഈ പ്രലോഭനം അനുഭവപ്പെടുക എന്ന് പറഞ്ഞത് കൊണ്ട് നോയമ്പ് പോയോ? നോയമ്പ് കാലത്ത് ചിക്കൻ ബിരിയാണി കഴിക്കാൻ കൊതി തോന്നി, വാങ്ങിച്ചാലോ എന്ന് ഓർത്തു, പക്ഷേ വായി വെള്ളവും വന്നു. പക്ഷേ ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വെജിറ്റേറിയൻ കഴിച്ചിട്ട് പോയി. അത്ര വായി വെള്ളം വരിക വരെ ചെയ്താൽ പോലും എൻ്റെ നോയമ്പ് പോയിട്ടില്ല. കണ്ട, പ്രലോഭം നല്ലപോലെ അനുഭവപ്പെട്ടു, ചിന്ത വന്നു, പക്ഷെ വഴങ്ങിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അതും സഭ ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രലോഭനം അനുഭവപ്പെടുക എന്ന് പറയുന്നതും വഴങ്ങുന്നതിന് 2 കാര്യമാണ്. നമ്മൾ ഈ 6ാമത്തെ യാതനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രലോഭനത്തിൽ ഞങ്ങൾ വീണു പോകാൻ ദൈവമേ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പം അത് എൻ്റെ തീരുമാനമാണ്. പ്രലോഭനങ്ങൾ ഞാൻ ഒരിക്കലും അതിനകത്ത് പെട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രലോഭനം ഉണ്ടാകും, അതിനെ മറികട ശക്തി ദൈവം എനിക്ക് തരും. കരുതി വെച്ചിട്ടുള്ള പ്രാർത്ഥന ഞാൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചിട്ടയിൽ പോകാനുള്ള കൃപ തിരുസന്നിധിയിൽ
നമ്മൾ ചോദിക്കുന്നു, തീരുമാനം പ്രഖ്യാപിക്കുന്നു. അതാണ് ആറാമത്തെ യാചനയുടെ ഉന്നവും ചൈതന്യവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.